നമുക്കിന്ന് ചക്കക്കുരു വെച്ചിട്ട് ഒരു ഉണ്ട ഉണ്ടാക്കിയാലോ? ഇത് ചക്കക്കുരു കഴിക്കാത്ത കുട്ടികളും ഇത് കഴിച്ചോളും. ഇത് മനസ്സിലാവില്ല ചക്കക്കുരു ആണെന്ന്. അപ്പോൾ ഇത് നന്നായിട്ട് വറുത്തെടുക്കണേ. നമുക്കിതൊന്ന് വറുത്തെടുക്കാം. ഇത് ഒന്നിച്ച് വറുത്താൽ ഇത് വേവില്ല. അതുകൊണ്ട് ഞാൻ പകുതി പകുതിയായിട്ടാണ് വറുത്തെടുക്കുന്നത്. ഇത് ഞാൻ നന്നായിട്ട് വറുത്തെടുത്തുവേ. ഇത് ഒരു 20 മിനിറ്റെങ്കിലും വേണം ഇതൊന്ന് ശരിക്കും വറുത്തിട്ട്. നല്ല പോലെ ആവണ്ട, എന്നാലും ഒരു വിധത്തിൽ വേവ് തന്നെ വേണം. ഇതിങ്ങനെ മുറിക്കുമ്പോൾ ഇങ്ങനെ മുറിഞ്ഞ് വരണേ. ഇതുപോലെ ആവണം. ഇനിയല്ല, ഇത് തൊലി കളഞ്ഞെടുത്തിട്ട് നമുക്കിത് മിക്സിയിൽ നിന്ന് ഒന്ന് പൊടിച്ചെടുക്കണം. ചക്കക്കുരു ഞാൻ തൊലിയെല്ലാം കളഞ്ഞ് ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ ഞാൻ കുറച്ച് ബദവും കാഷ്യൂസും എടുത്തിട്ടുണ്ട്. അത് തികച്ചും ഓപ്ഷണലാണ്. വേണമെങ്കിൽ മാത്രം എടുത്താൽ മതി കേട്ടോ, ഉണ്ടെങ്കിൽ എടുത്താൽ മതി. ഇതെല്ലാം കൂടെ നമുക്കൊന്ന് മിക്സിയിൽ പൊടിച്ചെടുക്കാം. അതിനിടയിൽ നമുക്ക് ഇത്ര പോലെ ശർക്കര എടുത്തിട്ടുണ്ട്. അത് നമുക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട്, ചെറിയ കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഇരിക്കെടുക്കാം. 1 കപ്പ് വേണ്ട, ഒരു 1/4 കപ്പ് വെള്ളം. ഇത് നന്നായിട്ട് ഞാൻ അടിച്ചെടുത്തു. നന്നായിട്ടെന്ന് പറഞ്ഞാൽ നല്ല ഇതായിട്ട് പൊടിയുണ്ട കേട്ടോ. ഇതുപോലെ ആയിട്ട് ഇതിൽ അതും കാഷ്യൂസും എല്ലാം കൂടെ എല്ലാം കൂടെ പൊടിച്ചെടുത്തു. ഇനി ഇതേപോലെ ഞാൻ 1/2 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. ആ തേങ്ങയും ഇതുപോലെ ഒന്ന് പൊടിച്ചെടുക്കും, ഇതിൻ്റെ ഒന്നിച്ച് ചേർക്കാൻ. തേങ്ങ കണ്ട ഇതുപോലെ തന്നെ നല്ല പൊടിയായിട്ട് എടുക്കണം. ഇതുപോലെ പൊടിയായിട്ട് എടുക്കണം. തേങ്ങ ഇതിലേക്കിട്ടു. പിന്നെ ഏലക്ക പൊടിയാണ്, ഏലക്ക പൊടിച്ചത്, പിന്നെ വെളുത്ത എള്ള് എല്ലാം കൂടെ മിക്സാക്കിയിട്ട് ഇതിലേക്ക് നമ്മൾ ശർക്കര കുറേശ്ശെ ഒഴിച്ചിട്ട് നന്നായി കുഴച്ചിട്ട് ഉണ്ടയാക്കുക. ഇതിലേക്ക് ഉരുക്കി വെച്ച ശർക്കരയാണ്. ഇത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം, അരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം. എത്രയാ വേണ്ടി വരുമോയെന്ന് അറിയില്ല, അതിനനുസരിച്ചിട്ടാക്കാം. നമുക്ക് കുഴച്ച് നോക്കാം. നമ്മൾ മിക്സാക്കിയ ഒരു ഇത്തിരി ശർക്കര ബാക്കിയായിട്ടുണ്ട്. ഇതുപോലെ ഉരുളയാക്കിയിട്ട് വെക്കുക. എന്നിട്ട് നമുക്ക് ബദത്തിൻ്റെ പീസോ കാഷ്യൂസോ എന്തെങ്കിലും വേണമെങ്കിൽ നമുക്ക് ഇഷ്ടമില്ലതൊന്ന് വെക്കാം. ഇതുപോലെ വെക്കണമെങ്കിൽ ബദത്തിൻ്റെ പീസ് ഇങ്ങനെ ഒന്ന് വെക്കാം. നമ്മളിഷ്ടം പോലെ ചെയ്യാം. നമ്മുടെ ചക്കക്കുരു കൊണ്ടുള്ള ഹെൽത്തി ലഡു റെഡിയായി. ചക്കക്കുരു കിട്ടിയാൽ ഇന്ന് തന്നെ ഉണ്ടാക്കി നോക്കൂ, നല്ല ടേസ്റ്റാണ്. ഓക്കെ, താങ്ക് യു.